ശക്തമായ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത്. പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിരുന്തും തള്ളിലേക്കുമായി കാര്യങ്ങൾ നീങ്ങുകയാണ്. പോലീസിനെ പ്രവർത്തകരുടെ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിശക്തമായ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള പോലീസ് ശ്രമം പാളുകയാണ്. കൂടുതൽ പോലീസുകാർ അവിടേക്ക് എത്തുന്നു. പ്രവർത്തകരുമായി ഉന്തും തള്ളും ഒരു ലാത്തിച്ചാർജിന്റെ വക്കോളം എത്തുന്നു. സംഘർഷം സർവകലാശാല ആസ്ഥാനത്ത് പോലീസും SFI പ്രവർത്തകരുമായുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിശക്തമായ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നു. ഗവർണർ പിന്തിരിഞ്ഞെങ്കിലും ഒരു കാരണവശാലും ഈ പരിപാടി നടത്താൻ അനുവദിക്കുന്ന നിലപാടിലാണ് പ്രവർത്തകർ, SFI പ്രവർത്തകരുള്ളത്. അതാണ് ഇത്തരം സംഘർഷാത്മകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചു. ഒരു കാരണവശാലും ഈ പരിപാടി തടസ്സപ്പെട്ട് അനുവദിക്കില്ല, അവിടേക്ക് പോകാൻ അനുവദിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. അതിന്റെ ഭാഗമായുള്ള സംഘർഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഏതാനും പ്രവർത്തകർ ഇതിനകം പോലീസ് കസ്റ്റഡിയെടുത്ത് വാനിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയും ഈ രീതിയിലുള്ള തീർച്ചയായും അരുൺ ഇപ്പോൾ ആ ഹാളിനുള്ളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസ് പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് തല്ലുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാമായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഹാളിനുള്ളിൽ നടക്കുന്നു. ഇപ്പോൾ അവിടെ ABVP പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന വിവരം ലഭിക്കുന്നു. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നു. അപ്പോൾ പോലീസുമായും ഉന്തും തള്ളും അവനുള്ളിൽ നടക്കുന്നു എന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അകത്തും പുറത്തും കേരള സർവകലാശാല സെനറ്റ് ഹാളിന് അകത്തും പുറത്തും ഇപ്പോൾ പ്രശ്നം നടക്കുകയാണ്. പുറത്ത് SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുമ്പോൾ പ്രവർത്തകർ അത് പ്രതിരോധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് വാക്കേറ്റത്തിലേക്ക് എത്തുന്നു. സെനറ്റ് ഹാളിനുള്ളിൽ ABVP പ്രവർത്തകരും മറ്റ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന വിവരമാണ് വരുന്നത്. SFI പ്രവർത്തകരും ABVP പ്രവർത്തകരും തമ്മിൽ BJP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ട് എന്ന വിവരം വരുന്നു. എന്തായാലും ഇതിന്റെ സംഘാടകരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഹാളിനുള്ളിലാണ് കൂടുതൽ സംഘർഷഭരിതമായ അന്തരീക്ഷം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഈ സംഘാടകരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ഏറ്റുമുട്ടുന്നു. പോലീസ് അത് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് മനസ്സിലാകുന്നു. പുറത്ത് SFI പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നതുമാണ് നമ്മൾ കാണുന്നത്. അരുൺ, കൂടുതൽ സംഘർഷം ഹാളിനുള്ളിലേക്ക് പടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് പോലീസ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. സംഘാടകരുമായാണോ അവിടെ ഏറ്റുമുട്ടൽ? അരുണിലേക്ക് വരാം. എന്തായാലും നേരിയ ഒരു അയവ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ നീക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാനുള്ള ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴും സെനറ്റ് ഹാളിലെ പരിപാടി റദ്ദാക്കിയിട്ടുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്ത സാഹചര്യത്തിൽ അകത്തും പുറത്തും സെനറ്റ് ഹാളിനകത്തും പുറത്തും സംഘർഷം എന്ന സാഹചര്യത്തിൽ പരിപാടി റദ്ദാക്കിയെന്ന വിവരമാണ് വരുന്നത്. ഔദ്യോഗികമായി അത് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്ത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള ഇടപെടലാണ് അവിടെ പോലീസ് നടത്തുന്നത്. വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് സംഘർഷത്തിലെത്തി നിൽക്കുന്നത്. നാടകീയ രംഗങ്ങൾക്ക് കഴിഞ്ഞ കുറെ നേരമായി അവിടെ വേദിയായിരുന്നു. അത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഘർഷത്തിലെത്തി നിൽക്കുകയാണ്. ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടു. അത് സംഘാടകർ അനുവദിക്കാത്തതിനെ തുടർന്ന്, അല്ലെങ്കിൽ സംഘാടകർ അതിന് വഴങ്ങാത്തതിനെ തുടർന്നാണ് ഈ രീതിയിലുള്ള സംഘർഷം അവിടെ ഉടലെടുത്തത്. നമുക്ക് BJP നേതാക്കളെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. വലിയ രീതിയിലൊരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ നേതാക്കളും ഇടപെടുന്നുണ്ട്. പോലീസും ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഉള്ള പരിപാടിയിൽ
ഗവർണർ എത്താനിരുന്ന പരിപാടിയാണ്. ഗവർണർ എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവർണർ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതേസമയം തന്നെ ആ പരിപാടി അവിടെ തുടരാനുള്ള തീരുമാനം വലിയ സംഘർഷത്തിലേക്ക് വഴിവെക്കുകയുമായിരുന്നു. ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി അനുവദിക്കില്ല എന്നതായിരുന്നു SFI എടുത്ത നിലപാട്. അത് സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമാണ്. അവർക്ക് പരിപാടി അവതരിപ്പിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള കരാറുകളുടെ അതിന്റെയും ലംഘനമാണ് എന്നത് ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് ഒരു പൊതുസ്ഥലമാണ്, അവിടെ അങ്ങനെ ഒരു കീഴ്വഴക്കം അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് വിദ്യാർത്ഥി സംഘടനകൾ സ്വീകരിക്കുകയായിരുന്നു. VV അരുൺ ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, സർവകലാശാല സെനറ്റ് ഹാളിനകത്തും പുറത്തും സംഘർഷം എന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അതിന് അയവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. പരിപാടി റദ്ദാക്കിയതായുള്ള വിവരമുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? സർവകലാശാല ആസ്ഥാനത്ത് പുറത്തും അതുപോലെ അകത്തും സംഘർഷമുണ്ട്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗവർണർ വന്നേക്കുമെന്ന സൂചനകൾ കൂടി വീണ്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും സർവകലാശാലയുടെ പ്രധാനപ്പെട്ട കവാടം SFI പ്രവർത്തകർ കവാടത്തിന് മുന്നിൽ SFIയുടെ പ്രതിഷേധം പോവുകയാണ്. അവർ ഉപരോധം തുടരുകയാണ്. പോലീസ് സന്നാഹമുണ്ട്. ഗവർണർ ഇതിനിടയിലൂടെ ഇവിടെ എത്തുമോ എന്ന സാഹചര്യം കൂടി ഇപ്പോൾ വീണ്ടും വരുന്ന ഒരുപക്ഷെ ഗവർണർ എത്തിയേക്കുമെന്ന സൂചനയുണ്ട്. നേരത്തെ തന്നെ സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ എത്തുമെന്ന് തന്നെയാണ് ഇറങ്ങി നമുക്ക് ലഭിക്കുന്ന സൂചന. അല്പസമയത്തും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഇവിടേക്ക് എത്തും. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സംഘർഷാത്മകമാകാൻ ഇടയുണ്ട്. ഗവർണർക്ക് വഴിയൊരുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഗവർണർ അർലേക്കർ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. ഗവർണർ വരേണ്ട വഴി ഇതാണ്. സാധാരണഗതിയിൽ മറ്റേതെങ്കിലും വഴികൾ വരുമോ എന്ന് കണ്ടറിയണം. ഏതായാലും ഇതാണ് സർവകലാശാലയുടെ പ്രധാന കവാടം. മുൻവശം ഇതുവഴിയാണ് സാധാരണഗതിയിൽ അകത്തേക്ക് വരേണ്ടത്. പുറമേയുള്ള വാതിലുമുണ്ട്. ഗവർണർ ഏതായാലും ഇതുവഴി കടന്നു വരുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ ഇതിന് തൊട്ട് പിൻവശം ഏതാണ്ട് 10 മീറ്ററുകൾക്കപ്പുറത്താണ് SFI പ്രവർത്തകർ സംഘടിച്ചിരിക്കുന്നത്. ഇവിടെയാണ് പോലീസ് അവരെ തടഞ്ഞിരിക്കുന്നത്. ഈ ഭാഗത്താണ് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത്. ഇത് മറികടന്ന് വേണം ഗവർണർക്ക് മുന്നോട്ട് പോകാൻ. കൂടുതൽ പ്രവർത്തകർ ഇതിന്റെ മറ്റു ഭാഗങ്ങളിലും സംഘടിച്ചെത്തുന്നുണ്ട്. എല്ലാ വഴികളും ഉപരോധിക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ട്. നേരത്തെ വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമായിരുന്നുവെങ്കിൽ കൂടുതൽ SFI പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയാണ്. ഈ പ്രതിഷേധത്തിനിടയിലൂടെ വേണം ഗവർണർക്ക് സെനറ്റ് ഹാളിനുള്ളിലേക്ക് പോകാൻ. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കൂടുതൽ പ്രവർത്തകർ സംഘടിച്ച് ഈ പ്രധാന കവാടത്തിൽ ഇപ്പോൾ KSU പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയാണ്. പ്രതിഷേധവുമായി KSU കൂടി എത്തുന്നു. KSUവിന്റെ കൂടി രംഗപ്രവേശം ഈ പ്രതിഷേധത്തിലുണ്ടാകുന്നു. ഗവർണറെ തടയാൻ KSU എത്തുന്നു. SFIയും KSUവും ഇനി ഒരുമിച്ച് ഒരു വിഷയത്തിൽ സമരം ചെയ്യാൻ എത്തുകയാണ്. ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളുമായി ഗവർണർ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളുമായി KSU പ്രവർത്തകർ കൂടി എത്തുന്നു. അത്യന്തം സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് കേരള സർവകലാശാല ആസ്ഥാനം മാറുന്നു. KSU പ്രവർത്തകർ പ്രതിഷേധവുമായി പോവുകയാണ്. ചില പ്രവർത്തകർക്ക് നേരത്തെ പരിക്കേറ്റ സൂചനയുടെ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ABP പ്രവർത്തകർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചുവെന്ന ആരോപണവും പുറത്തു വരുന്നു. ഈ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ KSUവിന്റെ പ്രതിഷേധം പ്രധാന കവാടത്തിന് മുന്നിൽ കിടന്ന് KSU പ്രതിഷേധിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് ഗോപുവിന്റെ നേതൃത്വമാണ് KSUവിന്റെ പ്രതിഷേധം. ABP പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന ആരോപണവും KSU ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും KSU പ്രവർത്തകരെ കസ്റ്റഡിയിലേക്ക് ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകർ മാത്രമാണ് KSUവിന്റെ ഭാഗത്ത് ഉള്ളത്. അവരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. ഗവർണർ ഇവിടേക്ക് എത്തുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഇവിടേക്ക് എത്തുന്നു. അദ്ദേഹം വരുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിശക്തമായ പോലീസ് സുരക്ഷ. അതിനിടയിലൂടെ ഗവർണർ വിശ്വനാഥ് അർലേക്കർ സർവകലാശാല ആസ്ഥാനത്ത് സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ എത്തുന്ന ദൃശ്യങ്ങളാണ് കാണാൻ. ഗവർണർ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഗവർണറും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇത്രയധികം സംഘർഷം അവിടെ നടക്കുന്നു, വലിയ പ്രതിഷേധം നടക്കുന്നു. പക്ഷേ ഭാരതാംബയുടെ ചിത്രം വെച്ച പരിപാടിയിൽ പങ്കെടുക്കുമെന്ന നിലപാട് ഗവർണറും എടുക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് ഈ വിഷയത്തിൽ ഗവർണർക്ക് കത്തെഴുതാൻ പ്രതിഷേധം അറിയിക്കാൻ തീരുമാനമെടുത്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗവർണറും ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സർവകലാശാലയിൽ വലിയ രീതിയിൽ സർവകലാശാലയ്ക്ക് സെനറ്റ് ഹാളിനകത്തും പുറത്തും സംഘർഷം നടക്കുമ്പോൾ ഗവർണർ വലിയ സുരക്ഷയിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാനായി അവിടേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മൂർച്ഛിക്കുന്നു. അത് പൊതു ഇടത്തിലേക്ക് എത്തുന്നു.
വിദ്യാർത്ഥി സംഘടനകൾ അതിരൂക്ഷമായ പ്രതികരണങ്ങൾ അതിൽ നടത്തുന്നു, പ്രതിഷേധം നടത്തുന്നു. അത് വളരെ പബ്ലിക്കായുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറുന്നു. അപ്പോഴും ഗവർണർ വിട്ടുവീഴ്ചയ്ക്കില്ല. ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്നു. നേരത്തെ അല്പം മുൻപ് ഗവർണർ പങ്കെടുക്കില്ല എന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തീരുമാനം മാറ്റിയിരിക്കുന്നു. സംഘർഷം അകത്തും പുറത്തും നടക്കുമ്പോൾ അവിടേക്ക് വലിയ സുരക്ഷയിൽ ഗവർണർ എത്തുകയാണ്. കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം സുഗമമായി തന്നെ നിശ്ചയിച്ച പ്രകാരം തന്നെ പരിപാടി നടത്തുന്നതിനായി ഗവർണർ അവിടെ എത്തിയിരിക്കുന്നു. സംഘാടകർ പിന്മാറുന്നില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. രജിസ്ട്രാർ എതിർപ്പ് അറിയിച്ചിട്ടും സംഘാടകർ പിന്മാറുന്നുണ്ടായിരുന്നില്ല. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം അകത്തും പുറത്തും നടക്കുമ്പോഴും സംഘാടകർ പിന്മാറിയിരുന്നില്ല. ഇപ്പോൾ ഗവർണർ ആ പരിപാടിയിലേക്ക് എത്തുന്നു. വലിയ സുരക്ഷയിൽ ഗവർണർ ആ പരിപാടി നടക്കുന്ന ഹാളിലേക്ക്, സെനറ്റ് ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. സർവകലാശാലയ്ക്ക് പുറത്ത് ഇപ്പോഴും വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾ പിന്മാറുന്നില്ല. അവർ അതിശക്തമായ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോഴും ഗവർണർ പിന്മാറുന്നില്ല. ഗവർണർ പരിപാടി നടക്കുന്ന ഇടത്തേക്ക് ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പോലീസ് വിദ്യാർത്ഥി സംഘടന പ്രവർത്തകരെ ലക്ഷ്യമിടുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കാൻ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആ സെനറ്റ് ഹാളിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.